ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം ദശമോധ്യായഃ. 10ാമത്തെ അധ്യായത്തിൽ വജ്രായുധ നിർമ്മാണവും ദേവാസുര യുദ്ധവും. ശ്രീശുക ഉവാച. ഇന്ദ്രം ഏവം സമാദിശ്യ ഭഗവാൻ വിശ്വഭാവനഃ പശ്യതാം അനിമേഷാണാം തത്ര ഏവ അന്തർദധേ ഹരിഃ. വിശ്വഭാവനഃ, ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിക്കുന്ന ഭഗവാൻ. ഹരിഹി, ഭഗവാൻ മഹാവിഷ്ണു. ഇന്ദ്രം, ദേവേന്ദ്രനോട് ഏവം, ഇപ്രകാരം, അതായത് ദധീചി മഹർഷിയുടെ ശരീരത്തിലെ അസ്ഥി കൊണ്ട് ഒരു ആയുധം നിർമ്മിച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വൃത്രാസുരനെ കൊല്ലാൻ സാധിക്കും എന്ന് സമാദിശ്യ, അവരോട് ഉപദേശിച്ചു. അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് അനിമേഷാണാം, അനിമേഷാണം എന്നാൽ കണ്ണുകൾ കൂട്ടി അടയ്ക്കാത്ത. ദേവന്മാർ ഒരിക്കലും കണ്ണ് ചിമ്മുകയില്ല ഉറക്കത്തിലല്ലാതെ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പേര് വന്നത്. അങ്ങനെ ദേവന്മാരൊക്കെ മിഴിച്ചു നോക്കി നിൽക്കേ പശ്യതാം തത്രയേവ അന്തർദധേ, അവിടെ തന്നെ ഭഗവാൻ തിരോധാനം ചെയ്തു. 2ാമത്തെ ശ്ലോകം. അഥ അഭിയാജിതോ ദേവൈഹി ഋഷിഹി ആധർവണഃ മഹാൻ മോദമാന ഉവാച ഇദം പ്രഹസൻ ഇവ ഭാരത. ഹേ ഭാരത, അല്ലയോ രാജാവേ, തഥ, അതനുസരിച്ച്, ഭഗവാൻ പറഞ്ഞതനുസരിച്ച്, ദേവൈഹി, ദേവകൾ നേരെ പോയി, അഭിയാജിതഃ, ഒട്ടും ഒരു മനസാക്ഷി കുത്തില്ലാതെ നേരെ പോയിട്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ശരീരം വെടിയണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ അവരുടെ ഈ കാര്യം കാണാൻ വേണ്ടിയുള്ള ഈ ദേവന്മാരുടെ ചിന്താഗതിയെ ഒന്ന് പരിഹസിക്കാൻ എന്ന വണ്ണം ആദ്യം മഹാത്മാവും ആധർവണഃ, അഥർവവേദജ്ഞനുമായിട്ടുള്ള ഋഷി ദധീചി മഹർഷി, സത്യത്തിൽ ശരീരം കൊടുക്കാൻ യാതൊരു മടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതാണ് മോദമാനഃ, സന്തോഷവാനാണ് അദ്ദേഹം. ശരീരം കൊടുക്കാൻ താല്പര്യം ഉള്ളവനാണ് എങ്കിലും ഒരു ചെറിയൊരു കളി അദ്ദേഹം കളിക്കുകയാണ്. പ്രഹസന്നിവ, അവർ പറഞ്ഞതിനെ ഒന്ന് ധിക്കരിച്ചു എന്ന മട്ടിൽ, മറുത്ത് പറയുന്ന മട്ടിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇദം ഉവാച, ഇനി പറയാൻ പോകുന്ന ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. 3ാമത്തെ ശ്ലോകം. അപി വൃന്ദാരകാഃ യൂയം ന ജാനീഥ ശരീരിണാം സംസ്ഥായാം യഹ തു അഭിദ്രോഹോ ദുസ്സഹ ചേതനാപഹഃ. ഹേ വൃന്ദാരകാഃ, അല്ലയോ ദേവന്മാരെ, ശരീരിണാം, ശരീരം എടുത്തവർക്ക്, സംസ്ഥായാം, മരണസമയം അവർക്കുണ്ടാകുന്ന, ദുസ്സഹ, സഹിക്കാൻ പറ്റാത്തതും, ചേതനാപഹഃ, ആത്മവീര്യം കെടുത്തുന്നതുമായ, യഹതു, യാതൊരു തരം അഭിദ്രോഹഃ, വേദനയാണോ ഉണ്ടാവുക, അതിനെ, യൂയം, നിങ്ങൾ, അപിന ജാനീഥ, അറിയുന്നില്ലെന്നുണ്ടോ? എത്ര അനായാസമായിട്ടാണ് നിങ്ങൾ വന്ന് എന്നോട് ഈ ശരീരം വെടിയണം എന്ന് പറയുന്നത്. ശരീരം എടുത്തിട്ടുള്ളവർക്ക് ആ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് നിങ്ങൾ മറന്നുപോയിട്ടാണോ ഒരു കൂസലുമില്ലാതെ എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്? അപ്പോൾ സർവജ്ഞനായ ദധീചി മഹർഷിക്ക് എല്ലാം അറിയാം. ഇത് മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് 4ാമത്തെ ശ്ലോകം. ജിജീവിഷൂണാം ജീവാനാം ആത്മാ പ്രേഷ്ഠ ഇഹ ഈപ്സിതഃ കഹ ഉത്സഹേത തം ദാതും ഭിക്ഷമാണായ വിഷ്ണവേ.
ജിജീവിഷൂണാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവാനാം പ്രാണികൾക്കൊക്കെയും ഇഹ ഈ ലോകത്തിൽ ആത്മാ അവനവന്റെ ദേഹം എന്നത് പ്രേഷ്ഠ അത്യധികം പ്രിയപ്പെട്ടതും ഈപ്സിതഃ അവർ വളരെയധികം ആഗ്രഹിക്കുന്നതുമാണ്. തം ഭിക്ഷമാണായ അതിനെ ആവശ്യപ്പെടുന്നത് ഇനിയിപ്പോൾ സാക്ഷാൽ വിഷ്ണവേ വിഷ്ണുവാണെങ്കിൽ പോലും, അതായത് വിഷ്ണുവിനു വേണ്ടിയാണ് ദേഹം ഉപേക്ഷിക്കുന്നത് എന്നായാൽ പോലും ദാതും കൊടുക്കുവാൻ കഹ ഉത്സഹേത ആരാണ് തയ്യാറാവുക? ഭഗവാൻ വന്നിട്ട് നിങ്ങളുടെ ശരീരം തരൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ? അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇത്ര അനായാസം വന്ന് ചോദിക്കുന്നത് എന്ന് ഒന്ന് കളിയാക്കിയതാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ സ്വന്തം കാര്യസിദ്ധിക്കായിട്ട് മഹർഷിയെ പുകഴ്ത്തുകയാണ്. അങ്ങൊക്കെ വലിയ വലിയ മഹാനായിട്ടുള്ള ആളുകളല്ലേ, അപ്പോൾ അങ്ങേക്കൊക്കെ സാധിക്കാത്തതായിട്ട് എന്താണുള്ളത് എന്ന് ചോദിക്കുകയാണ്. ദേവാഹ ഊചുഹു 5-ാമത്തെ ശ്ലോകം. കിം നു തത് ദുസ്ത്യജം ബ്രഹ്മൻ പുംസാം ഭൂതാനുകമ്പിനാം ഭവദ്വിധാനാ മഹതാം പുണ്യശ്ലോക ഈഡ്യകർമ്മണാം. ഹേ ബ്രഹ്മൻ, ഭൂതാനുകമ്പിനാം അങ്ങ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കാരുണ്യമുള്ള ആളുകളല്ലേ? അങ്ങനെയുള്ളവരും പുണ്യശ്ലോകേഡ്യകർമ്മണാം പുണ്യശ്ലോകന്മാരായിട്ടുള്ള സുവിഖ്യാതന്മാരായ സജ്ജനങ്ങളാൽ പുകഴ്ത്തപ്പെടാവുന്ന സത്പ്രവൃത്തികളോടുകൂടിയവരും. അപ്പോൾ ഇനിയും ഇനിയും അങ്ങ് സത്പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആളുകൾ അങ്ങയെ ഇനിയും ഇനിയും പുകഴ്ത്തട്ടെ. അങ്ങനെയൊക്കെയുള്ള മഹതാം മഹാത്മാക്കളുമായ ഭവദ്വിധാനാം അങ്ങയെ പോലുള്ള പുംസാം സത്പുരുഷന്മാർക്ക് ദുസ്ത്യജം തത് ഉപേക്ഷിക്കുവാൻ സാധ്യമല്ലാത്തത് കിംനു എന്താണ് ഉള്ളത്? സത്യത്തിൽ ഈ ദേവന്മാരുടെ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടാണ് എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത്. കഷ്ടപ്പെടാതെയൊന്നും ആർക്കും വെറുതെ പൈസ കിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ പണമുണ്ടാക്കി നാട്ടിൽ പേര് സമ്പാദിക്കുന്നവരുടെ അടുത്താണ് നാട്ടിലെ ഒരുവിധം പിരിവുകാരും പോകുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ഈ വിധത്തിലൊക്കെ ആയിരിക്കും. കാരണം നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, നിങ്ങൾ ഒരാളെ മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ആ പറച്ചിലിൽ തന്നെ കേൾക്കുന്നയാൾ വീഴും. അപ്പോൾ എന്നെക്കുറിച്ച് ആളുകൾ ഇനിയും പുകഴ്ത്തട്ടെ എന്ന് വിചാരിച്ച് ഒരു പക്ഷേ ഇഷ്ടത്തോടെയോ അല്ലാതെയോ അവർ കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. ഇനി ഒരിക്കൽ കൊടുത്താലോ എല്ലാ വർഷവും അവർ ഈ കൊടുത്ത തുക തന്നെ തരണം എന്നാണ് ഇത്തരക്കാർ ആഗ്രഹിക്കുകയും ചെയ്യുക. അവർക്കതിനുള്ള കഴിവുണ്ടോ എന്നൊന്നും നോക്കാറില്ല. അപ്പോൾ അത്തരക്കാരൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ട ദേവന്മാരുടെ ഒരു കൂട്ടക്കാരാണ്. അതായത് ദേവന്മാരുടെ എന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി സത്പ്രവൃത്തി തന്നെ ആയിരിക്കാം. സത്പ്രവൃത്തി എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം, ആ ഉത്സവത്തിന് ഗാനമേള, നൃത്തം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താൻ മുൻകൈ എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അതൊരു മോശം കാര്യമല്ല. പക്ഷേ അതിന് ഇത്തരത്തിലുള്ള ആളുകളെ പ്രീണിപ്പിച്ചാണ് പണം ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട്. ഇനി അല്ലാതെ ചെറിയ ചെറിയ പണപ്പിരിവും നടത്താറുണ്ട്. അല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. ആ കൂട്ടർ ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ച് ആളുകളെ വശത്താക്കുക. ഇനി ഒരു ലോക സാമാന്യമായ കാര്യം പറയുകയാണ്. സത്യത്തിൽ ഈ ലോകത്ത് ആർക്കും മറ്റുള്ളവരുടെ ഒരു മാനസികമായ അവസ്ഥ മനസ്സിലാവാറില്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നനു സ്വാർത്ഥപരോ ലോകോ ന വേദ പരസങ്കടം യതി വേദ ന യാചേത നേതി ന ആഹ യതീശ്വരഃ ന ഇതി ന ആഹ യതീശ്വരഃ. സ്വാർത്ഥപരഃ അവനവന്റെ കാര്യത്തിൽ മാത്രം താല്പര്യമുള്ള ലോകഃ ജനം
പരസങ്കടം അന്യന്റെ വിഷമത്തെ ന വേദനനു അറിയുന്നതല്ലല്ലോ. ഇപ്പോൾ ജീവിതത്തിലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളെ കൊണ്ട് മറ്റുള്ളവരോട് യാചിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ ആ യാചകന് പിന്നെ മറ്റൊന്നും നോക്കാനില്ല. ആ യാചിക്കുമ്പോഴുള്ള അയാളുടെ അവസ്ഥ മാത്രമാണ് അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാളോട് യാചിക്കുമ്പോൾ മറുവശത്തുള്ള ആൾക്ക് അതെങ്ങനെയാണ് അനുഭവപ്പെടുക എന്ന് ഈ യാചിക്കുന്നയാൾ യതിവേദ അതറിയുന്നു എങ്കിൽ നയാചേത അയാൾ യാചിക്കുകയില്ല. ഇതേപോലെ ഇങ്ങനെ തൻ്റെ മുന്നിൽ വന്ന് യാചിക്കണമെങ്കിൽ അത്രയും ഗതികെട്ടാണ് അവൻ ചോദിക്കുന്നത് എന്ന് ഈശ്വരഹ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു സഹായം കൊടുക്കാൻ അപ്പോൾ ശക്തിയുള്ളയാൾ ഈ വന്ന് യാചിക്കുന്നതിൻ്റെ അവൻ്റെ ആ ഗതികേട് യതി അറിയുന്നുവെങ്കിൽ നാ ഇതി എൻ്റെ കയ്യിലില്ല എന്ന് ആഹ പറയുകയും ഇല്ല. അതായത് രണ്ടു കൂട്ടരും പരസ്പരം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ യാചകൻ യാചിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക, ഇപ്പോൾ എൻ്റെ കയ്യിലാണ് പണമുള്ളത് എന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും വന്ന് ഓരോരുത്തരായി പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഞാൻ അവരെയൊക്കെ സഹായിക്കുമോ? അങ്ങനെ വെറുതെ എടുത്തു കൊടുക്കാനുള്ളതാണോ എൻ്റെ പണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചേക്കില്ലേ എന്ന് ഈ യാചിക്കുന്നയാൾ ചിന്തിച്ചാൽ അയാൾക്ക് പിന്നെ ഒരിക്കലും ആരോടും ഇങ്ങനെ യാചിക്കാൻ, കടം ചോദിക്കാനൊന്നും തോന്നുകയില്ല. ഇതേപോലെ തന്നെ നേരെ തിരിച്ചും എൻ്റെ മുന്നിൽ വന്ന് യാചിക്കണമെങ്കിൽ എത്രമാത്രം ഗതികെട്ടായിരിക്കാം. എനിക്കെങ്ങാനുമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാളുടെ മുൻപിൽ പോയി പണം ചോദിക്കുകയോ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തിട്ട് എന്നോട് ഇല്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് എത്രമാത്രം വിഷമമുണ്ടാക്കും എന്ന് ചിന്തിക്കുമ്പോൾ കൊടുക്കാതിരിക്കാനും സാധിക്കില്ല എന്ന ഒരു ലോകതത്വം പറയുകയാണ്. പക്ഷെ ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കുന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങിയാൽ ഇവിടെ ആർക്കും ആരോടും ഒന്നും ചോദിക്കാനും പറ്റാതെയും വരും. പക്ഷെ ഇപ്പോൾ ഇവരുടെ ഗതികേട്, ഈ ദേവന്മാരുടെ ഗതികേട് അങ്ങ് മനസ്സിലാക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതായത് സ്വാർത്ഥ താല്പര്യം കൊണ്ട് ദേവന്മാർക്ക് മനസ്സിലായി അവരുടെ ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ദധീചി മഹർഷിയുടെ അസ്ഥി കൊണ്ടുള്ള ആ ആയുധത്തിനെ സാധിക്കുള്ളൂ. അപ്പോൾ ആ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് ഈ ചോദിക്കുന്നത് നല്ല കാര്യമൊന്നുമല്ല. ഒരാളോട് നിങ്ങളുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി കളയൂ എന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ അസ്ഥി എടുക്കണം എന്ന് പറയുന്നത് എത്രമാത്രം ദുഷ്കരമായിട്ടുള്ള ഒരു ക്രൂരമായ കാര്യമാണ് ഈ ചോദിക്കുന്നത് എന്ന് ദേവന്മാർക്ക് അറിയാതെയല്ല. പക്ഷെ അവരുടെ ആ സമയത്തെ ഒരു നിസ്സഹായ അവസ്ഥ കൊണ്ട് അവർ ഇങ്ങനെ ചോദിക്കുന്നു. അതാണ് സ്വാർത്ഥ താല്പര്യം കൊണ്ട് അങ്ങയുടെ സങ്കടം ഞങ്ങൾ അറിയാത്തതുപോലെ ഞങ്ങളുടെ യാചനയെ നിരാകരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ സങ്കടവും മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ ദേവന്മാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ദധീചി മഹർഷി പറയുകയാണ്, ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാണ്, ഞാൻ ഈ ശരീരം തരാം. ഋഷിരുവാച 7ാമത്തെ ശ്ലോകം. ധർമ്മം വഹ ശ്രോതുകാമേന യൂയം മേ പ്രത്യുദാഹൃതാഃ ഏഷവ പ്രിയം ആത്മാനം ത്യജന്തം സന്ത്യജാമി അഹം. വഹ, നിങ്ങൾക്ക് ധർമ്മബോധമൊക്കെ ഉണ്ടോ? അതായത് നിങ്ങൾ മനസ്സിൽ യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ ക്രൂരരായിട്ടാണോ, അത്രയും സ്വാർത്ഥരാണോ നിങ്ങൾ എന്നൊന്ന് ഞാൻ പരീക്ഷിച്ചതാണ്. അപ്പോൾ അത്യാവശ്യം ധർമ്മബോധമൊക്കെ നിങ്ങൾക്കുണ്ട്. അതാണ് വഹ ധർമ്മം ശ്രോതുകാമേന, നിങ്ങളിൽ നിന്ന് ധർമ്മതത്വത്തെ കേൾക്കുവാനുണ്ടായ ആഗ്രഹം നിമിത്തം മേ എന്നാൽ യൂയം നിങ്ങൾ പ്രത്യുദാഹൃതാഹ മറുത്ത് പറയപ്പെട്ടവരായി. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. യേശഹ അഹം, ഇതാ ഞാൻ, വഹ നിങ്ങൾക്കു വേണ്ടി എപ്പോഴായാലും ഒരിക്കൽ ഈ ശരീരം ത്യജിക്കേണ്ടതാണ്. എൻ്റെ ഈ ശരീരം
ഒരു നല്ലൊരു കാര്യത്തിന്, ഒന്നുമില്ലെങ്കിലും ആ വൃത്രാസുരൻ കാരണം ഇപ്പോൾ നിങ്ങൾ, ഇനിയിപ്പോൾ നാളെ മനുഷ്യരും എല്ലാവരും ഉപദ്രവിക്കപ്പെട്ടേക്കാം. അപ്പോൾ അവനെ ഇപ്പോൾ തന്നെ വധിച്ചാൽ അത് എല്ലാവർക്കും ഉപകാരമാകുമല്ലോ. അതിനുവേണ്ടി എൻ്റെ ഈ ശരീരം പ്രയോജനപ്പെടുമെങ്കിൽ ഏതൊരാൾക്കെന്നതുപോലെ എനിക്കും പ്രിയം, ഇഷ്ടം തന്നെയാണ് എൻ്റെ ശരീരത്തെ. പക്ഷേ ഒരു ലോക നന്മയ്ക്കായി ഞാൻ ആത്മാനം സന്ത്യജാമി, എൻ്റെ ഈ ശരീരത്തെ ഞാനിതാ ഉപേക്ഷിച്ചു കൊള്ളുന്നു. സ്വന്തം ദേഹം ത്യജിക്കാൻ തയ്യാറായിട്ട് ദധീജി മഹർഷി ഒരു ഉപദേശം കൂടെ കൊടുക്കുകയാണ് ദേവന്മാർക്ക്. അത് നമ്മൾ മനുഷ്യർക്കുമുള്ള ഉപദേശമാണ്. 8ാമത്തെ ശ്ലോകം. യഹ അധ്രുവേണ ആത്മനാ നാഥാഹ ന ധർമ്മം ന യശഃ പുമാൻ ഈഹേത ഭൂതദയയാ സഹശോച്യഃ സ്ഥാവരൈഹി അപി. ഹേ നാഥാഹ, അല്ലയോ ലോകപാലന്മാരെ, യഹ പുമാൻ, യാതൊരു പുരുഷനാണോ ഭൂതദയയാ, ജീവകാരുണ്യത്താൽ പ്രേരിതനായിട്ട് അധ്രുവേണ ആത്മന, അവനവന്റെ നശ്വരമായ സ്വദേഹം കൊണ്ട് ധർമ്മം ചെയ്യുവാൻ ന ഈഹേത, മനസ്സിൽ ചിന്തിക്കുന്നില്ലയോ. എപ്പോഴും എൻ്റെ ശരീരം അതിനൊരു ആപത്തും വരരുത്, മറ്റുള്ളവർക്ക് വേണ്ടി ആയാൽ പോലും എൻ്റെ ശരീരത്തിനൊരു പ്രശ്നവും വരരുത് എന്ന് ചിന്തിക്കാതെ, മറിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ ശരീരം നശിച്ചാലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ മരിച്ചവരെ നമ്മൾ ധീരപുരുഷന്മാരായിട്ട് ആദരിക്കുന്നത്. അവർ ഈ മാതൃരാജ്യത്തിനു വേണ്ടി സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ചവരാണ്. അങ്ങനെ ചെയ്യാതെ യശഃ ന, യശസ്സിനെ ആർജിക്കുന്നില്ലയോ, സഹ, അങ്ങനെയുള്ളവൻ സ്ഥാവരൈഹി അപി ശോച്യഃ, വൃക്ഷാദികളാൽ പോലും ശോച്യനാകുന്നു. എന്ന് വെച്ചാൽ അതിലും താഴെയാണ് അവന്റെ സ്ഥാനം. കാരണം വൃക്ഷങ്ങൾ പോലും പൂക്കുന്നതും കായ്ക്കുന്നതും മനുഷ്യർക്ക് അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അത്രയും പോലും പരോപകാരം അവനവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അവൻ വൃക്ഷങ്ങളെക്കാളും ശോചനീയ സ്ഥിതിയിലാണ്, അതിലും താഴെയാണ് അവന്റെ സ്ഥാനം എന്ന് പറയുന്നു. അതുമാത്രമല്ല, മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കാനും മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളാനും ആർക്കാണോ സാധിക്കുന്നത് അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നു. 9ാമത്തെ ശ്ലോകം. ഏതാവാൻ അവ്യയോ ധർമ്മഃ പുണ്യശ്ലോകൈഃ ഉപാസിതഃ യോ ഭൂത ശോകഹർഷാഭ്യാം ആത്മാ ശോചതി ഹൃഷ്യതി. യഹ ആത്മാ, യാതൊരു ജീവനാണോ ഭൂത ശോകഹർഷാഭ്യാം, മറ്റുള്ള ജീവികൾക്കുണ്ടാവുന്ന ശോകം കൊണ്ടും ഹർഷാഭ്യാം സന്തോഷം കൊണ്ടും അവർക്ക് എന്താണോ പ്രശ്നം വരുന്നത് ആ പ്രശ്നത്തിൽ കൂടെ നിൽക്കാൻ, അതുപോലെ സന്തോഷം വരുമ്പോൾ മനസ്സിൽ അസൂയയില്ലാതെ സന്തോഷിക്കാൻ, ഇങ്ങനെ ആർക്ക് സാധിക്കുന്നുവോ അതാണ് സന്താപം കൊണ്ട് ശോചതി, സ്വയം ദുഃഖിക്കുകയും മറ്റുള്ളവർക്ക് വരുന്ന ഹർഷം കണ്ടിട്ട് സന്തോഷം കണ്ടിട്ട് സ്വയം ഹൃഷ്യതി സന്തോഷിക്കുകയും ചെയ്യുന്നത് യഹ, അവന്റെ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ. ഏതാവാൻ, ഇതൊന്നു മാത്രമാണ് അവ്യയഃ ധർമ്മഃ, പതറാത്ത സ്ഥിരമായ ഒരു ധർമ്മം എന്നുണ്ടെങ്കിൽ അതാണ്, അവനാണ് യഥാർത്ഥ മനുഷ്യൻ. അങ്ങനെയുള്ള ആളുകളെയാണ് പുണ്യശ്ലോകൈഹി, വിശുദ്ധ ചരിതന്മാരാൽ ഉപാസിതഃ, ആദരിച്ച് ആരാധിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ ലോകത്ത് എപ്പോഴും ആദരിക്കപ്പെടുന്നത്. ഇനി ശരീരം എന്നല്ല, ഏതെങ്കിലും രീതിയിൽ മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ അവന്റെ ജീവിതം എത്ര പാപമയമാണ് എന്ന് പറയുകയാണ് 10ാമത്തെ ശ്ലോകം. അഹോ ദൈന്യം അഹോ കഷ്ടം പാരക്യൈഃ ക്ഷണഭംഗുരൈഃ
യത് ന ഉപകുര്യാത് അസ്വാർത്ഥൈഃ മർത്യഃ സ്വജ്ഞാതി വിഗ്രഹൈഃ. മർത്യഃ, ആ വാക്കിൽ തന്നെയുണ്ട് മരണമുള്ളവൻ. അതാണ് മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ മരണം എന്നത് പ്രകൃതിയിൽ തന്നെയുള്ള മനുഷ്യൻ. മനുഷ്യന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ജനിക്കുന്നു, വളരുന്നു, പിന്നെ എന്തൊക്കെയോ ആ സമയത്ത് ചെയ്യുന്നു, പിന്നെ വാർദ്ധക്യം അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ മരണം. ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതം. അതിനിടയിൽ പാരക്യൈഹി, അന്യർക്ക് ഉപയോഗപ്പെടുന്നവയും, അസ്വാർത്ഥൈഹി, അതേസമയം അത് തനിക്ക് യാതൊരു വിധത്തിൽ ഉപയോഗപ്പെടണം എന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ക്ഷണഭംഗുരൈഹി, ക്ഷണനേരം കൊണ്ട് തകർന്നു പോകുന്നവയും ആയിട്ടുള്ള സ്വജ്ഞാതി വിഗ്രഹൈഹി, തൻ്റേതായിട്ടുള്ള സമ്പത്ത്, സ്വ എന്നതുകൊണ്ട് സമ്പത്ത്, ജ്ഞാതി എന്നാൽ നമ്മുടെ ബന്ധുമിത്രാദികൾ, അതുപോലെ വിഗ്രഹം, ശരീരം, ഇവ കൊണ്ട് ന ഉപകുര്യാത്, ഉപകാരം ചെയ്യാതിരിക്കുകയത് എന്നുള്ളത് അഹോ ദൈന്യം. ഇതിലപ്പുറം അവനെ ഇനി എന്താണ് ഞാൻ വിശേഷിപ്പിക്കേണ്ടത്? അവനെക്കുറിച്ച് ഇനി എന്ത് പറയാനാണ്? അഹോ കഷ്ടം, മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിലാണ് ഇത്തരം മനുഷ്യർ. അവർക്കും ഒരു കാര്യവുമില്ല, ഈ ലോകത്തിനും ഒരു ഉപകാരവും ഇല്ലാതെ മരിച്ചു ജീവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ളവർ. പിന്നെ മറ്റുള്ള പല ആളുകളെയും പോലെ നമ്മളൊക്കെ ഉപദേശിക്കാൻ വളരെ മിടുക്കരാണ്. എന്നാൽ ഇതേ കാര്യം അവനവന്റെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ പുറകോട്ടടിക്കും. പക്ഷെ ഇവിടെ ദധീചി മഹർഷി ഇത്ര ആധികാരികമായിട്ട് ഇത് പറയാൻ കാരണം താൻ അത് ചെയ്യാൻ സന്നദ്ധനാണ് എന്ന രീതിയിലാണ്. അത് വെറുതെ പറയുക മാത്രമല്ല, സന്തോഷത്തോടെ ആ കാര്യം നിർവഹിക്കുകയും ചെയ്തു. അതാണ് 11ാമത്തെ ശ്ലോകം. ഏവം കൃത വ്യവസ്ഥിതോ ദധ്യങ് ആധർവണഃ തനും പരേ ഭഗവതി ബ്രഹ്മണി ആത്മാനം സന്നയൻ ജഹൗ. ആധർവണഃ, അഥർവവേദജ്ഞനായ ദധ്യങ്, ആ ദധീചി മുനി, ഏവം ഇപ്രകാരം കൃതവ്യവസ്ഥിതഃ, കൃതനിശ്ചയനായിട്ട്, പരേ ബ്രഹ്മണി, പരബ്രഹ്മസ്വരൂപമായ ഭഗവതി, ആ ഭഗവങ്കൽ, ആത്മാനം സന്നയൻ, ജീവാത്മാവിനെ സംയോജിപ്പിച്ചുകൊണ്ട് തൻ്റെ തനും ദേഹത്തെ ജഹൗ വെടിഞ്ഞു. വളരെ സന്തോഷത്തോടെ യോഗവിദ്യയിൽ പാരംഗതനായിട്ടുള്ള ആ ദധീചി മഹർഷി തൻ്റെ മനസ്സിനെ, സൂക്ഷ്മശരീരത്തെ, ലിംഗശരീരത്തെ ആ പരബ്രഹ്മത്തിൽ ലയിപ്പിച്ച് പൂർണ്ണമായും ശരീരത്തോടുള്ള ആസക്തി വെടിഞ്ഞ അദ്ദേഹം അനായാസം ആ ശരീരത്തെ ഉപേക്ഷിച്ചു. മൃത്യുഞ്ജയ മന്ത്രത്തിൽ പറയും ഉർവാരുകമിവ ബന്ധനാത്. അത് അടർന്ന് താഴേക്ക് എങ്ങനെയാണോ വളരെ അനായാസമായിട്ട് വീഴുന്നത്, അതുപോലെയാണ് യോഗിയായ ദധീചി മഹർഷി ശരീരം വെടിഞ്ഞത്. അദ്ദേഹം അറിഞ്ഞതുപോലുമില്ല. 12ാമത്തെ ശ്ലോകം. യത അക്ഷ അസു മനോബുദ്ധി തത്വദൃക് ധ്വസ്തബന്ധനഃ ആസ്ഥിതഃ പരമം യോഗം ന ദേഹം ബുബുധേഗതം. യതം, നിയന്ത്രിക്കുക, തൻ്റെ അക്ഷം, പഞ്ചേന്ദ്രിയങ്ങൾ, അസു, പഞ്ചപ്രാണങ്ങൾ, മനോബുദ്ധി, മനസ്സ്, ബുദ്ധി, ഇങ്ങനെയുള്ള ആഭ്യന്തര വൃത്തികളെയൊക്കെ നിയന്ത്രിച്ച്, തത്വദൃക്, ആ ആത്മസത്യത്തെ, ആത്മാനന്ദത്തിലിരിക്കെ എല്ലാം ഈശ്വരൻ തന്നെ സർവ്വതും എന്ന് സാക്ഷാത്കരിച്ചുകൊണ്ട്, ധ്വസ്തബന്ധനഃ, സംസാരബന്ധനം അറ്റുപോയ, അങ്ങനെ പരമം യോഗം ആസ്ഥിതഃ, സമുത്കൃഷ്ടമായ യോഗമാർഗത്തെ അവലംബിച്ച ദധീചി മഹർഷി, ദേഹം ഗതം, തൻ്റെ ജീവൻ ഭഗവാനിലേക്ക് ലയിപ്പിച്ചപ്പോൾ ഇങ്ങനെയൊരു ശരീരം അവിടെ ഭൂമിയിൽ വീണുപോയതുപോലും അദ്ദേഹം നബുബുധേ, അറിഞ്ഞതേയില്ല. അത്രയും അനായാസമായിട്ടാണ് ശരീരം വെടിഞ്ഞത്. പിന്നീട് ഭഗവാൻ നിർദ്ദേശിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ അസ്ഥികളെ കൊണ്ട് വജ്രായുധം നിർമ്മിച്ചു. 13-14 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. അഥ ഇന്ദ്രഃ വജ്രം ഉദ്യമ്യ നിർമ്മിതം വിശ്വകർമ്മണ
മുനേഹേ ശുക്തിഭിഃ ഉത്സിക്തോ ഭഗവത് തേജസാന്വിതഃ. 14-ാമത്തെ ശ്ലോകം. വൃതഃ ദേവഗണൈഃ സർവൈഃ ഗജേന്ദ്ര ഉപരി അശോഭത സ്തൂയമാനോ മുനിഗണൈഃ ത്രൈലോക്യം ഹർഷയൻ ഇവ. അഥ ഇന്ദ്രഃ, അനന്തരം ദേവേന്ദ്രൻ, മുനേഹേ ശുക്തിഭിഃ, ദധീചി മഹർഷിയുടെ അസ്ഥികൾ കൊണ്ട്, വിശ്വകർമ്മണ നിർമ്മിതം, വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട വജ്രം, വജ്രായുധത്തെ ഉദ്യമ്യ ഉയർത്തിപ്പിടിച്ച്, ഉത്സിക്തഃ ഊർജിതനായിട്ട്, ഭഗവത് തേജസാ അന്യുതഃ, കാരണം നാരായണ കവചം ജപിച്ച് സിദ്ധി വരുത്തിയതിനാൽ ഭഗവാന്റെ തേജസ്സിനോട് കൂടി ചേർന്നവയായിരുന്നു ആ അസ്ഥികൾ. ദധീചി മഹർഷിയുടെ ശരീരം മുഴുവൻ ബ്രഹ്മമയമായി തീർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിനും ആ ശരീരത്തിനുള്ളിലെ അസ്ഥികൾക്കും ഈശ്വര തേജസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ തേജസ്സോടു കൂടിയതായി സർവൈഹി ദേവഗണൈഹി, അങ്ങനെ എല്ലാവരും ആവേശഭരിതരായി വൃത്രാസുരനോടുള്ള യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. ദേവഗണങ്ങളാൽ വൃതഃ, പരിവൃതനായിട്ട്, മുനിഗണൈഹി, ഋഷി സമൂഹങ്ങളാൽ സ്തുയമാനഃ, സ്തുതിക്കപ്പെട്ടുകൊണ്ട്, ത്രൈലോക്യം ഹർഷയന്നിവ, 3 ലോകത്തെയും ആഹ്ലാദിപ്പിക്കുമാറ്, ഗജേന്ദ്ര ഉപരി, ഐരാവതത്തിന്റെ പുറത്ത്, അശോഭത, പരിലസിച്ചു. ഇവിടെ ദധീചി മഹർഷി ആ ബ്രഹ്മാകാരത്തിന്റെ, ബ്രഹ്മവൃത്തി എന്ന് വെച്ചാൽ ഈശ്വരനിൽ സദാ ഉറച്ചിരിക്കുന്ന ബുദ്ധി, അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ വ്യവസായാത്മിക ബുദ്ധി. ആ ബുദ്ധിയുടെ പ്രതീകമാണ് ദധീചി മഹർഷി. ആ ബുദ്ധി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലെ ആസുരിക വൃത്തികൾ അടങ്ങിക്കൊള്ളും. അപ്പോൾ ഈ വ്യവസായാത്മിക ബുദ്ധി, ഏകാഗ്രമാകുന്ന ബുദ്ധി എന്നത് വജ്രതുല്യമാണ്. ആ വജ്രതുല്യം, ആ ബുദ്ധി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോഴാണ് ഉള്ളിലെ ആസുരിക വൃത്തികൾ അടങ്ങുന്നത്. അതാണ് ദധീചി മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ വജ്രായുധം കൊണ്ട് വൃത്രാസുരനെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഭാഗവതത്തിൽ ആധ്യാത്മിക തത്വവും എന്നാൽ കഥകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കാരണം കഥയിലൂടെയും നമുക്ക് ചില തത്വങ്ങൾ, ചില ഗുണപാഠങ്ങൾ കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് കഥയായിട്ട് പറയുന്നത്. വെറുതെ നമ്മൾ കുറെ തത്വം പറഞ്ഞാൽ അതങ്ങോട്ട് ദഹിക്കില്ല, അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ കഴിയില്ല. ഇപ്പോൾ കയ്പുള്ള ഒരു മരുന്ന് മാത്രം കൊടുത്താൽ ആർക്കായാലും അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം അതിൻ്റെ അറിയാതിരിക്കാനായിട്ട് അതിൻ്റെ കൂടെ തേനോ എന്തെങ്കിലും മധുരമോ ചേർത്ത് കഴിക്കുമ്പോഴാണ് ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ കുടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഇല്ല. ഇത് അറിയാവുന്ന ഋഷിമാരാണ് നമുക്ക് കഥ പറയുന്നതിനിടയിൽ ആധ്യാത്മിക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വൃത്രാസുരനെ വധിക്കുവാനായിട്ട് അവരങ്ങനെ ഓടിച്ചെന്നു എന്ന് പറയുന്നു. 15-ാമത്തെ ശ്ലോകം. വൃത്രം അഭ്യദ്രവത് ചേതും അസുരാനീക യൂഥപൈഃ പര്യസ്തം ഓജസാരാജൻ ക്രുദ്ധോ രുദ്ര ഇവ അന്തകം. ഹേ രാജാവേ, അസുരാനീക യൂഥപൈഃ, അസുരന്മാരുടെ സൈന്യ സംഘത്തലവന്മാരാൽ പര്യസ്തം, പരിവൃതനായ വൃത്രം, വൃത്രാസുരനെ ഛേത്തും, അരിഞ്ഞു തള്ളുവാൻ, ക്രുദ്ധഃ, ക്രോധം മുഴുത്ത രുദ്രഃ, ശ്രീരുദ്രൻ എങ്ങനെയാണോ അന്തകം കാലന്റെ നേർക്ക് പാഞ്ഞണഞ്ഞത്, ഇതുപോലെ ഓജസാ അഭ്യദ്രവത്, ഈ ദേവ സൈന്യം മുഴുവൻ വൃത്രാസുരന്റെ നേർക്ക് പാഞ്ഞണഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു യുദ്ധം ആരംഭിച്ചത് നർമ്മദാ നദീ തീരത്ത് വെച്ചാണ്. 16-ാമത്തെ ശ്ലോകം. തതഃ സുരാണാം അസുരൈഃ രണഃ പരമദാരുണഃ ത്രേതാമുഖേ നർമ്മദായാം അഭവത് പ്രഥമേ യുഗേ. തതഃ, ഇങ്ങനെ ഓടിച്ചെന്ന് അതിനെ തുടർന്ന് അസുരൈഃ, അസുരന്മാരോടുകൂടി, സുരാണാം പരമദാരുണഃ രണഃ, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള അതിഭയങ്കരമായ യുദ്ധം നർമ്മദായാം, നർമ്മദാ നദിയുടെ തീരത്ത് വെച്ച്. ഇത് എപ്പോൾ നടന്നു എന്ന് പറയുന്നു?
ചതുർയുഗങ്ങളുടെ ഒരു കൂട്ടത്തെ എടുത്താൽ ആദ്യത്തെ ചതുർയുഗത്തിന്റെ ആ തുടക്കം, പ്രഥമേ യുഗേ ത്രേതാമുഖേ, ത്രേതായുഗത്തിന്റെ ആരംഭത്തിൽ, ആ കൽപ്പത്തിലെ ആദ്യ 4 യുഗങ്ങൾ എടുക്കുമ്പോൾ കൃതയുഗം ത്രേതായുഗം എന്ന് വരും. അപ്പോൾ കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗം ആരംഭിച്ചപ്പോഴാണ് ഈ യുദ്ധം സംഭവിച്ചത്, അഭവത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.